ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സുഗീനി എങ്ങനെ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സുഗീനി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതായിരിക്കും, പലരും കഴിച്ചിട്ടുള്ളതും ആവും. നമ്മുടെ ചെറിയ ചായക്കടയിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു സ്നാക്കാണ് ഈ ഒരു സുഗീനി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സുഗീനി ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സുഗീനിലേക്ക് വേണ്ടത് ഈ ഒരു ചെറുപയറാണ്. ഇതിപ്പോൾ ഞാനിവിടെ ചെറുപയർ 4 മണിക്കൂർ നല്ല പോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം. കുതിർക്കും മുമ്പേ നല്ല പോലെ ചെറുപയർ വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് ചിലപ്പം ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി എടുത്തിട്ട് വേണം കേട്ടോ കുതിർത്തിട്ട് വെക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 5 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുതിർത്തിട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ കുറച്ചൊന്ന് കൂടി വരുമല്ലോ, എന്നതിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ 5 കപ്പിൽ കൂടുതലുണ്ടാവും. പക്ഷെ നമ്മൾ കുതിർക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് 5 കപ്പ് ചെറുപയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ഇത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. അതിന് 5 കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിപ്പം 2 തവണയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾക്ക് 1 കപ്പ് മതിയെങ്കിൽ 1 കപ്പ് എടുക്കാം. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് മതി നിങ്ങൾ കുക്ക് ചെയ്യുന്നതും അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു 5 കപ്പ് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 3 കപ്പ് എടുത്തിട്ടായിരിക്കും ഞാനിതിവിടെ ബാക്കിയുള്ള അളവുകളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ടോട്ടലായിട്ടും 5 കപ്പ് ചെറുപയർ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഒരുമിച്ച് അങ്ങ് വേവിച്ച് വെക്കുകയാണ്. അതായത് പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ട് മുഴുവനായിട്ടും ഒരുമിച്ച് തന്നെ അങ്ങ് വേവിച്ച് വെക്കുന്നതാണ്. ഈ ഒരു 5 കപ്പ് നമ്മുടെ ഈ ഒരു ചെറുപയർ കുതിർത്ത് വെച്ചത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 കപ്പ് വെള്ളം മതിയാകും. ഏകദേശം നമ്മൾ വെള്ളം ചേർക്കുമ്പം നമ്മുടെ ചെറുപയറിൻ്റെ സെയിം ലെവലിൽ തന്നെ വെള്ളം നിന്നാൽ മതി. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം മുകളിൽ നിൽക്കരുത്, ഒരുപാട് താഴെ നിൽക്കണ്ട. കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ചെറുപയറിൻ്റെ സെയിം ലെവലിൽ തന്നെ വെള്ളം നിന്നാൽ മതിയാകും. അപ്പോൾ നമ്മൾ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് ഈ ഒരു 5 കപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറിലേക്ക്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കറക്റ്റായിട്ട് ആ ഒരു ചെറുപയറിൻ്റെ സെയിം ലെവലിൽ തന്നെയാണ് വെള്ളമുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് ചെറുപയറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 1/2 കപ്പ് വെള്ളം മതിയാകും അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചിട്ടോ, ഒരു 1/4 ടീസ്പൂണ് മാത്രം ഉപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്ന അത്ര ഉപ്പൊന്നും ചേർത്ത് കളയരുത് കേട്ടോ. നമ്മൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതിയാകും. ഇതിന് ശേഷം നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതൊരു 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഞാനിതിവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കുക്കറിൻ്റെ വിസിൽ നമ്മൾ സ്റ്റീം ഒന്ന് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് വിസിലടിപ്പിക്കുന്നത്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ലിഡ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകരുത്, നമുക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം, കുഴഞ്ഞു പോവാതെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാകും ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ബാക്കി നമ്മൾ ചെയ്യരുത്. ആ വെള്ളം നമ്മൾ ഇപ്പം തന്നെ അങ്ങ് വറ്റിച്ച് കളയാണ് ചെയ്യേണ്ടത്. വളരെ ചെറിയ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടിടുക. എന്നിട്ടൊന്ന് നമുക്കിത് അടിയിലൊന്നും പിടിക്കാതെ ആ വെള്ളം അങ്ങ് വറ്റിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം കുക്കറിൻ്റെ ലിഡൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം ഒരു സ്പൂണ് വെച്ചിട്ടോ നമ്മുടെ കൈ വെച്ചിട്ടോ പ്രസ് ചെയ്യുമ്പം അത് പെട്ടെന്ന് അങ്ങ് പ്രസ്സായി പോകുന്നൊരു കണ്ടീഷനായിരിക്കും. പക്ഷെ ഒരുപാട് അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞ് പോയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ സുഗീന് നമ്മളത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പരുവ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. വെള്ളമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സുഗീന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇനി നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശർക്കര താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര എടുക്കാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 480 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 500 ഗ്രാം തികച്ചില്ല, 480 ഗ്രാം ശർക്കരയാണ്. അപ്പോൾ അത്രയും അതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ശർക്കര നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചീകിയിട്ട് ചേർത്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചു കളയാവുന്നതാണ്. അപ്പോൾ ശർക്കരയൊക്കെ എല്ലാം തന്നെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്.
ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഒന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ 1-2 തവണ ഒന്ന് അരിച്ച് വെക്കണം കേട്ടോ. ഇതിൽ അഴുക്കുകളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ കല്ലോ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ അതും ഒരു ഭാഗത്ത് മാറ്റിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പ്യുവറായിട്ടുള്ള മിൽമയുടെ നെയ്യ് ചേർക്കുന്നുണ്ട്. ഈ ഒരു സുഗിയൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിൽമയുടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെയ്യ് ചേർത്തിയാലും മതി. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചെരുകിയത്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെരുകിയത് ചേർത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് നിങ്ങൾ തേങ്ങ എടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. നമ്മളിപ്പം ഫ്രീസറിൽ വെച്ച് ഒരുപാട് ദിവസങ്ങളായിട്ടുള്ള തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രഷ് ആയിട്ട് ചിരവി എടുക്കുന്ന തേങ്ങ എടുക്കാം. തേങ്ങ നമ്മൾ നെയ്യിൽ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നതിന് ശേഷം നമ്മളിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ള ചെറുപയറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയറിൽ നിന്ന് കറക്റ്റായിട്ട് 3 കപ്പ് അളന്നെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പം കംപ്ലീറ്റ് സെയിം അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. കാരണം ഞാൻ ബാക്കിയുള്ള ചെറുപയറോടെ മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം 3 കപ്പ് ചെറുപയർ വെച്ചിട്ടുള്ള അളവ് തന്നെയാണ് കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 നുള്ളു ഉപ്പ് ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കണം. നേരത്തെ ഒരുപാട് ചെറുപയർ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ. ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര ഒരു അരിപ്പയിലൂടെ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ബാക്കി പകുതി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ചെറുപയർ, എല്ലാ ചെറുപയറും അങ്ങനെ അതുപോലെ തന്നെ എടുത്ത് നിൽക്കണം എന്നില്ല. നമ്മുടെ ഈ ഒരു സുഗിയൻ ചെയ്യുമ്പം ചെറുതായിട്ടൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം. അതായിരിക്കും കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി കംപ്ലീറ്റ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 3/4 കപ്പ് വെച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുത്തുള്ള ശർക്കരപ്പാനി കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം നമ്മുടെ ഏലക്ക പൊടിച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏലക്ക പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ക്യുമിൻ പൗഡറും മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് നമ്മുടെ ഈ ഒരു സുഗിയന് കിട്ടുമ്പം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആ ചേർത്തിട്ടുള്ള ആ ഒരു ശർക്കരയുടെ വെള്ളം ഇതിൽ ചേർത്തിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈ ഒരു ചെറുപയറിലേക്ക് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ശർക്കര വെച്ച് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണ്ട, പഞ്ചസാരയാണ് വേണ്ടത് എങ്കിൽ നമ്മൾ ആ ശർക്കര ചേർത്തിയ സമയം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുന്നതായിരിക്കും കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റും കഴിക്കാനൊക്കെ എളുപ്പം. അപ്പോൾ ഇതൊരു ഭാഗത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മളിതിനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. ബാറ്ററിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് നിറയെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലേക്കുള്ള ബാറ്ററാണ് ഈ പറയുന്നത്. കറക്റ്റ് ആയിരിക്കും ബാറ്റർ കേട്ടോ, ബാക്കിയാവൊന്നുമില്ല. 1 കപ്പ് മൈദ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു അരിപ്പൊടി ചേർക്കുമ്പം നമ്മുടെ സുഗിയൻ്റെ ആ പുറത്തുള്ള ഒരു കോട്ടിങ് അത്യാവശ്യം കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും കഴിക്കുമ്പം. പിന്നെ നമ്മളിതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ് കൂടെ ഈ ഒരു ബാറ്ററിലേക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിനും മധുരം വേണം, അങ്ങനെ നല്ല മധുരത്തോട് കൂടിയിട്ട് സുഗിയൻ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫില്ലിങ് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബാറ്ററിൽ പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി നമ്മളിതിനെ ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ആദ്യം ഒരു 1 കപ്പ് വെള്ളം തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം നമ്മളിതിനെ ബാറ്റർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുത് കേട്ടോ. വളരെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. നല്ല തിക്കായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സുഗിയൻ്റെ ഫില്ലിങ്ങിനകത്ത് എന്താ പറയുക, ഇത് കോട്ട് ചെയ്തിട്ട് നിൽക്കില്ല. അപ്പം ഒരുപാട് ലൂസ് ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കായിട്ടുള്ള ബാറ്റർ ആവരുത്. നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഈ ഒരു ബാറ്റർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക.
അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയറിൻ്റെ ചൂടൊക്കെ നല്ലപോലെ തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സുഗിയൻ എപ്പോഴും നമുക്ക് കഴിക്കാൻ എളുപ്പം ചെറുതാകുമ്പോഴാണ് കേട്ടോ. ഒരുപാട് വലുതാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്ര ഡീസൻറ്റിലൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് കഴിക്കുമ്പോൾ തന്നെ ചെറുപയർ അങ്ങ് പൊട്ടി പുറത്ത് പോകും. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യ് എന്തെങ്കിലും തടവി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതങ്ങനെ വല്ലാണ്ട് ഒട്ടി പിടിക്കില്ല. എന്നിട്ട് ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം ഈ ഒരു അളവിൽ നിന്നും നമുക്കൊരു 23 സുഗിയന് വരെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഞാൻ ഒരുപാട് വലുതൊന്നുമല്ല, ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാണ്. അതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓയിലിൻ്റെ ചൂടൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ ചൂടാവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചൂടും വേണ്ട. ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഓരോ ബോൾസായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ ഇതുപോലൊരു ചെറിയ കുഴിയുള്ള തവി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ കയ്യിലങ്ങ് മാവ് ആവില്ല. മാത്രമല്ല നമ്മളിപ്പം ഇനിയിപ്പോൾ കൈ കൊണ്ട് ഇടുന്ന സമയത്ത് ഓയിൽ തെറിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മാവ് പിടിച്ചിട്ട് ആ കോട്ടിങ് കറക്റ്റ് ആവാത്ത പ്രശ്നമൊക്കെ വരും. അതുപോലൊരു കുഴിയുള്ള തവി ഉണ്ടെങ്കിൽ എളുപ്പമാണ്. കറക്റ്റായിട്ട് ആ ഒരു മാവിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിൻ്റെ ചൂടൊക്കെ കറക്റ്റാണ് കേട്ടോ. അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് ഈ ഒരു മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതിൽ കറക്റ്റായിട്ട് ആ ഒരു ബാറ്റർ അതിൽ കോട്ട് ചെയ്തിട്ട് നിൽക്കും. നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില ഭാഗത്ത് നമ്മുടെ ഫിംഗറൊക്കെ തട്ടുന്ന ഭാഗത്ത് ആ ഒരു ബാറ്റർ പോവാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഒരു കോട്ടിങ് ഇങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാത്ത പ്രശ്നമൊക്കെ വരാറുണ്ട്. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അകത്തുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ എല്ലാം കുക്കായതാണ്. ഒരു കോട്ടിങ് മാത്രമാണ് നമുക്ക് കുക്കാവാൻ വേണ്ടിയിട്ടുള്ളത്. അതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലൊരു കുഴിയുള്ള ചട്ടിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ എടുത്തിട്ട് 1-2 സുഗിയന് മാത്രമേ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഓയിലൊന്നും ഒരുപാട് വേസ്റ്റ് ആവില്ല. പിന്നെ ഒരുപാട് ഓയിൽ പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ സുഗിയന് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഈ ഒരു സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഷുവറായിട്ടും ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ സുഗിയന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.